കേരള രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി ബി.ജെ.പിക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം നൽകിയ സുരേഷ് ഗോപിയുടെ നേട്ടം ആഘോഷമാക്കുകയാണ് ബി.ജെ.പി. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും സുരേഷ് ഗോപിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. മുതിർന്ന നേതാവ് ഒ. രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർ സുരേഷ് ഗോപിയെ സ്വീകരിക്കാനെത്തി. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ എപ്പിസോഡുമായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ മറുപടി എനിക്ക് പറയാം. ഞാൻ പെരുമാറി, ഐ ബിഹേവ്ഡ്. വാട്ട് വാസ് ദി മാനുഫാക്ചറേഴ്സ് റിസൾട്ട്? എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും റിസൾട്ട് എന്തായിരുന്നു? ദ മാനുഫാക്ചറേഴ്സ് റിസൾട്ട്. ഒരു ഫ്രൂട്ടാണെങ്കിൽ ആ ഫ്രൂട്ട് ഇതാണെന്ന് ഞാൻ എന്നെ എക്സിബിറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ തന്നെ ഒരുപക്ഷെ എൻ്റെ ഒരു ന്യൂനതയാണിത് എന്ന് വിചാരിച്ചതിനെ ഞാൻ മറച്ചു വെച്ചത്. ഐ ഹവ് എക്സിബിറ്റഡ് മൈസെൽഫ് which the people understood. The people with no vicious intent, they understood. അവരത് മനസ്സിലാക്കിയതാണ് എൻ്റെ വിജയം. ഇനി ഞാൻ തന്നെ കാല് തൊട്ട് വണങ്ങി കുടുംബത്ത് പോയി ഊണും കഴിച്ച് ഇലക്ഷൻ്റെ തലേന്നാണ്. പക്ഷെ അദ്ദേഹം അത് ഇലക്ഷൻ്റെ സമയത്തൊന്നും പറഞ്ഞില്ലെങ്കിലും അത് കഴിഞ്ഞ് പറഞ്ഞത് ജയിക്കില്ല, ഒരു രാഷ്ട്രീയക്കാരൻ്റെ മെയ് വഴക്കമില്ല. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല 10 പേര് കൂടി നിൽക്കുന്നിടത്ത് അവരുടെ എല്ലാം പേരറിഞ്ഞിരിക്കണം, അവരെല്ലാം തോളി പേര് വിളിച്ച് എന്ന് കൈയിടണം, സ്നേഹം പ്രകടിപ്പിക്കണം. അതല്ല. 5 വർഷത്തേക്ക് അവരുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചവർക്ക് അതിൻ്റെ എത്ര അംശം നൽകി എന്ന് പറയുന്ന ഓഡിറ്റ് നടക്കുമ്പോൾ നിങ്ങളൊരു പൊയ്ക്കാൽ കുതിരയാവരുത്, 4 കാലിൽ ഗാലപ്പ് ചെയ്യുന്ന കുതിരയായിരിക്കണം. അപ്പോ ഒരു നല്ല വിജയിയായ രാഷ്ട്രീയ സേവന പ്രവർത്തനത്തിനിറങ്ങുന്നത്, അത് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണെങ്കിൽ വേണ്ടത് മെയ്വഴക്കമല്ല, ഹൃദയവഴക്കമാണ്. അതെൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഗുരുക്കന്മാരും ഞാൻ പഠിച്ച എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഞാൻ കടന്നു വന്ന ജീവിച്ച് പോന്നിരിക്കുന്ന അന്തരീക്ഷമെല്ലാം എനിക്കത് ഈശ്വരാനുഗ്രഹം പോലെ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. അതെനിക്ക് ഒരു കാലത്തും കൈമോശം വരില്ല. എനിക്ക് ആ ഹൃദയവഴക്കമുണ്ടാവും. അതുണ്ടായാൽ ദാറ്റ് ഈസ് ദ സീക്രട്ട് ടു വിക്ടോറിയസ് വിൻസ്. ലസ്ട്രസ് വിക്ടോറിയസ് വിൻസ്.